വചനം തിരുവചനം മുക്തിദായക വചനം എൻ ഹൃത്തിൽ ഫലമേകും ജീവദായക വചനം. ഈ വചനം കേട്ടിടുവാൻ ഹൃദയമൊരുക്കിയിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പൗരാണിക ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ 7 മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് ഈജിപ്തിലെ പിരമിഡുകൾ. ആകാശത്തോളം ഉയർന്ന ഈ പിരമിഡുകൾ യഥാർത്ഥത്തിൽ ഈജിപ്തിലെ ഫറവോമാരുടെ നിർജീവ ശരീരങ്ങൾ ഉൾക്കൊള്ളുന്ന കുഴിമാടങ്ങൾ മാത്രമാണ്. ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബി പ്രസിദ്ധമാകാനുള്ള കാരണങ്ങളിൽ ഒന്ന് മികവറ്റ ഒരുപറ്റം എഴുത്തുകാരും കവികളും ചിന്തകരും നേതാക്കന്മാരും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. ഇനി ജെറുസലേമിലെ ഹോളി സെപ്പൾക്കർ ഷ്രൈനിൽ ഒഴിഞ്ഞ കല്ലറയുണ്ട്. ഒരുപാട് തീർത്ഥാടകരുടെ പ്രാർത്ഥനകളാൽ അടയാളപ്പെടുത്തപ്പെട്ട പ്രധാന കവാടത്തിൽ അവൻ ഇവിടെ ഇല്ല എന്ന് ആകർഷണീയമായ ശീർഷകം സൂക്ഷിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഒഴിഞ്ഞ കല്ലറ. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, മരണത്തിന്റെ ഇരുളിനെ കീറിമുറിച്ച് ജീവന്റെ ആകാശങ്ങളിലേക്ക് ഈശോ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആദ്യമേ തന്നെ ഏവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഈസ്റ്റർ ആശംസകൾ. ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സ്നേഹവും കൃപയും സന്തോഷവും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും ധാരാളമായി ഉണ്ടാകട്ടെ. ഒരു പുതിയ തുടക്കത്തിനുള്ള സാധ്യത ഇനിയും അസ്തമിച്ചിട്ടില്ല എന്നതാണ് ഈസ്റ്ററിന്റെ വലിയ സന്ദേശം. തോൽവിയുടെ ആഴങ്ങളിലേക്ക് താണുപോകുമ്പോഴും ദൈവം നിന്റെ ജീവവഴികളിലേക്ക് ഒരു പ്രത്യാശയുടെ കൈത്തിരി തെളിച്ചു വയ്ക്കുന്നു. ഒന്നും അവസാനമല്ല, പുതിയ ഒരു തുടക്കത്തിലേക്കുള്ള വേദന നിറഞ്ഞ ഇടവഴികൾ മാത്രമാണ്. നമ്മൾ ഉദ്ധാനത്തിന്റെ മക്കളാണ്. പാപത്തിന്റെ നിരാശയുടെ സംശയങ്ങളുടെ കല്ലറയിൽ അഴിഞ്ഞു പോകാതെ ക്രിസ്തുവിന്റെ സമാധാന വഴികളിൽ ഹോസാന പാടി യാത്ര ചെയ്യേണ്ടവരാണ് നാം ഓരോരുത്തരുമെന്ന് ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ സഭയിൽ ഈസ്റ്റർ ആചരണത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവിന്റെ ഉദ്ധാനമാണ്. പൗലോസ്ലീഹ പറയുന്ന പോലെ, ക്രിസ്തു ഉയർത്തില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. രണ്ടാമതായി, ക്രിസ്തുവിന്റെ ഉദ്ധാനം നമ്മുടെ ഓരോരുത്തരുടെയും ഉദ്ധാനത്തിനുള്ള ഉറപ്പാണ്. മണ്ണിൽ അഴിഞ്ഞുതീരുന്നതല്ല മനുഷ്യജീവിതം. മരണത്തിന്റെ ഇടുങ്ങിയ വാതിലിലൂടെ നമ്മൾ ഓരോരുത്തരും ഉദ്ധാനത്തിലേക്കും നിത്യജീവനിലേക്കും പ്രവേശിക്കും. ബദനിയായിൽ ലാസറിന്റെ കുഴിമാടത്തിൽ വെച്ച് ഈശോ മാർത്തായ്ക്ക് ഇത് ഉറപ്പ് നൽകുന്നുണ്ട്. ഞാൻ ജീവനും പുനരുദ്ധാനവുമാണ്, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. മൂന്നാമതായി, നമ്മൾ എല്ലാവരും സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നവരാണ്. ഉദ്ധിതനായ ക്രിസ്തുവിൽ നിന്നാണ് സമാധാനവും സന്തോഷവും ഉത്ഭവിക്കുന്നതെന്ന് ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉദ്ധിതനായ ക്രിസ്തു സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാർക്ക് നിരവധി തവണ പ്രത്യക്ഷപ്പെട്ടെന്ന് സുവിശേഷങ്ങൾ പറയുന്നുണ്ട്. ഓരോ പ്രത്യക്ഷപ്പെടലിലും ഈശോ അവർ അഭിവാദ്യം ചെയ്യുന്നത് സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞാണ്. എന്താണ് ഇതിനർത്ഥം? വീണ്ടും ഉത്തരം ലളിതം. ക്രിസ്തുവിൽ മാത്രമാണ് യഥാർത്ഥ സമാധാനവും സന്തോഷവും നാം കണ്ടെത്തേണ്ടത്. അവസാനമായി, നമ്മൾ ഓരോ ദുഃഖവെള്ളി അനുഭവങ്ങളും ഈസ്റ്ററിന്റെ വിജയത്തിലേക്കുള്ള മുൻ അനുഭവങ്ങളാണ്. ഒരു വേദനയ്ക്കും തിരസ്കരണത്തിനും ഒറ്റപ്പെടലിനും ഒറ്റിക്കൊടുക്കലിനും നിന്നെ തോൽപ്പിക്കാനാവില്ല. കാരണം ഈശോ ഇതിനെയെല്ലാം കീഴടക്കിയിരിക്കുന്നു. ഈശോയിൽ പ്രത്യാശ അർപ്പിച്ചാൽ ഇവയെ വിജയകരമായി തരണം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. Blessed Easter to all of you. Hallelujah. ഇതു വചനം തിരുവചനം മുക്തിദായക വചനം എൻ ഹൃത്തിൽ ഫലമേകും ജീവദായക വചനം. ഈ വചനം കേട്ടിടുവാൻ ഹൃദയമൊരുക്കി